ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും പല അറേഞ്ച്ഡ് മാരേജസിലും കണ്ടുവരുന്നത് പെൺകുട്ടികൾ സൂസൈഡ് ഒക്കെ ചെയ്യുന്നത് ഈ ഫിസിക്കൽ അബ്യൂസും ഇവർക്ക് വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത ഒറ്റപ്പെട്ട് പോകുമ്പോഴാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ആൻറ്റി ഇത് എങ്ങനെ സർവൈവ് ചെയ്തു? ഒരിക്കലെങ്കിലും ഇങ്ങനൊരു തോട്ട് മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചത് ലൈഫിൽ എങ്ങനെയെങ്കിലും സക്സസ്ഫുൾ ആവുക, എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ സക്സസ്ഫുൾ ആകും എന്ന ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ പല പ്രാവശ്യവും ഞാൻ പുറത്ത് നിന്നിട്ടുണ്ട്. അതായത് എവിടെ പോകണം എന്നറിയാതെ, കാരണം ഞാൻ പുള്ളിയുടെ കൂടെ താമസിച്ചിരുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ പുറത്ത് വന്നപ്പോഴും എനിക്ക് പലപ്പോഴും എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും എനിക്ക് എങ്ങോട്ട് പോകണം എന്നറിയാതെ ഒരുപാട് സമയം ഞാൻ വിഷമിച്ചിട്ടുണ്ട്. താമസിക്കാൻ അതെ. അപ്പോഴാണ് ഒരു വളരെ ഇതായിട്ട് വളരെ എന്താണ് അപ്രതീക്ഷിതമായിട്ടൊരു ഫാമിലി എന്നെ അപ്രോച്ച് ചെയ്തു. ഞങ്ങളുടെ ചേർച്ച് ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തതുമൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു ചിലപ്പോൾ എൻ്റെ ക്യാരക്ടർ കൊണ്ടാവാം, അവർക്ക് ആ സിറ്റുവേഷൻസ് മനസ്സിലായത് കൊണ്ടാകാം. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേകിച്ച് ഈ കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിൽ നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വരിക എന്ന് പറയുന്ന ഒട്ടും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അല്ല, അവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കോമഡേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസ് ആണ്. അപ്പോൾ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി എന്തായാലും ഇറങ്ങിയ ഉടനെ തന്നെ ആ ഫാമിലി കൊണ്ടുപോവില്ലല്ലോ. അന്നത്തെ ഒരു നൈറ്റ് ആൻറ്റി എങ്ങനെ സ്പെൻഡ് ചെയ്തു? അതൊക്കെ ഞാൻ ഫ്രണ്ട്സിനെ വിളിക്കുക, അപ്പോൾ അവരോട് സംസാരിക്കുക, എവിടെയെങ്കിലും ഉണ്ടോ, അതും നല്ല തണുപ്പാണ്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ തരണം ചെയ്തിട്ട് ഓരോരുത്തരടുത്ത് വിളിക്കുക, എവിടെയെങ്കിലും ഇങ്ങനെ റൂംസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അപ്പോൾ ആ ഒരു ടൈമിൽ ഇതിപ്പം ഒരു 12 years അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടോ, നമുക്കറിയില്ല എവിടെയാണ് പോകേണ്ടത്. കാരണം ഞാനും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല എൻ്റെ ലൈഫിൽ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇത് വീണ്ടും എന്നെ വേട്ടയാടാൻ തുടങ്ങി. അയ്യോ, ഞാൻ എവിടെയായിരിക്കും താമസിക്കുന്നത്, ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അവർ തരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ പോയപ്പോഴാണ് ഇവരെ കാണുകയും ഇവരുമായിട്ട് ഫാമിലിയിൽ ആവുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ ഇപ്പോഴത്തെ പെൺകുട്ടികളാണെങ്കിൽ എടുക്കില്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ നേരെ പോയി സൂസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അയ്യോ എനിക്കിത് പറ്റുന്നില്ല, അങ്ങനെ നിൽക്കാൻ പാടില്ല. ഏതൊരു പ്രതിസന്ധിയും നമ്മൾ നേരിടുക, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നതിനെപ്പറ്റി ചിന്തിക്കുന്നതല്ലേ അതിൻ്റെ ഒരു ലൈഫിൻ്റെ സക്സസ് എന്ന് പറയുന്ന. അതെ ആൻറ്റി, യു ആർ റിയലി ബോൾഡ്. കംപ്ലീറ്റ്ലി നമുക്ക് അങ്ങനെ പറയാം. ഒരു എന്താ പറയുക, ബോൾഡ് ലേഡി എന്ന് പറയുന്ന ഒരു വേർഡ് ആൻറ്റിക്ക് കറക്റ്റായിട്ട് ചേരും. ആ ഒരു എന്താ പറയാ, ശരിക്കും ആൻറ്റി ഭയങ്കര ബോൾഡാണ്. അതെ, ഇപ്പം ഞാൻ അത് ലൈഫ് അങ്ങനെ ആക്കി മാറ്റി. കാരണം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കരിയറും കൊണ്ടുപോകണം, ലൈഫും കൊണ്ടുപോകണം. അത് ഒറ്റയ്ക്ക് ഒരാൾ ലൈഫും പ്ലസ് നമ്മുടെ കരിയറും കൊണ്ടുപോകുക എന്നത് ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ എൻ്റെ വർക്ക് ചെയ്യുന്നവർ പറയുവാണ്, റീന, I couldn't even think the hard work you doing in UK because I never ever meet a lady like you. കാരണം അത് അത്രയും ഹാർഡ് വർക്ക് ഞാൻ ഇട്ടു. ജോലിയിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഒരു നല്ലൊരു ലൈഫ്, അല്ലെങ്കിൽ എൻ്റെ മോനൊരിത് കൊടുക്കണം. അപ്പോൾ അതെല്ലാം ചിന്തിച്ചുകൊണ്ട് ഒരു നല്ലൊരു നല്ലൊരു ലൈഫ് ഉണ്ടാകാൻ അത്രയും കഷ്ടപ്പെട്ടു. ആദ്യത്തെ ബന്ധത്തിൽ നിന്നും രണ്ടാമത്തെ ബന്ധത്തിൽ നിന്നും ഒന്നും ഒരു രൂപ പോലും നഷ്ടപരിഹാരം ഒന്നും വാങ്ങിയതുമില്ല, ഉള്ളത് കൊടുക്കുകയും ചെയ്തു അല്ലേ? കറക്റ്റ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം ലോകത്തോട് വിളിച്ച്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ എന്താ ചെയ്യുന്ന, എനിക്ക് ഇത് വേണം അത് വേണം, 5 പൈസ എൻ്റെ പൈസ ഞാൻ ഇപ്പം കോർട്ടിൽ ചോദിച്ചാലും അറിയാം, ഒന്നും ഞാൻ എടുത്തിട്ടില്ല ആരുടെ കയ്യിൽ നിന്നും. 2 പേരിൽ നിന്നും ഞാൻ നഷ്ടപരിഹാരത്തിന് പോവുകയോ അല്ലെങ്കിൽ ഞാൻ ഉള്ളതും കൂടി അങ്ങോട്ട് കൊടുക്കുമായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് ഹസ്ബൻഡിന് ഞാൻ എൻ്റെ പ്രോപ്പർട്ടിയും കൂടി ഞാൻ ഇത്രയും ഇതുള്ളത് ഞാൻ അങ്ങോട്ട് കൊടുത്തു. കാരണം പുള്ളിയായിട്ട് വിഷമിക്കാൻ പാടില്ല. ഞാൻ എന്തായാലും UK പോവുമല്ലേ, അപ്പം എനിക്ക് കഷ്ടപ്പെട്ടായാലും ജീവിക്കാമല്ലോ, പക്ഷെ ജീവിതം പോകരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു എത്രയോ ലാക്ക് അങ്ങോട്ട് കൊടുത്തു. അല്ല, ഈ രണ്ടാമത്തെ ബന്ധം ആയതിനു ശേഷമല്ലേ UK പോയത്? അപ്പോൾ ഈ ഒരാളുടെ പ്രസൻസ് കാരണമാണോ നിങ്ങളുടെ ലൈഫിൽ അതെ വന്നത്?
അതെ Okay. അതെ അതെ. അതപ്പോ എന്താണ് ഇപ്പൊ ആന്റിക്ക് തോന്നുന്നുണ്ടോ അത് ആന്റിയുടെ മിസ്റ്റേക്ക് ആയിരുന്നു എന്ന്? 100% ഞാനത് ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ട് അത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ട് അതിനൊരു ഉത്തരം കിട്ടുന്നില്ല. കാരണം ആ ഉത്തരം കിട്ടാത്തിടത്തോളം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഞാൻ മാക്സിമം എൻജോയ് ചെയ്യുക, എൻ്റെ ലൈഫ് എങ്ങനെ മുന്നോട്ട്. ഇപ്പം ഞാൻ സ്ട്രോങ് ആയാൽ മാത്രമേ എൻ്റെ മകൻ സ്ട്രോങ് ആകുള്ളൂ. ഇപ്പം ഞാൻ തളർന്നു പോയി കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പം എനിക്കൊരു മകനുണ്ട് എന്നൊരു ചിന്ത വരുമ്പോഴാണല്ലോ ലേഡീസ് കുറച്ചുകൂടെ സ്ട്രോങ് ആകുന്നത്. അപ്പം അങ്ങനെ സ്ട്രോങ് ആയി ഇല്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അപ്പോൾ അതിൽ ഞാൻ പെർമനൻറ്റ് റെസിഡൻ്റ് എടുത്തു, ബ്രിട്ടീഷ് സിറ്റിസണായി. ഇതൊന്നും ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയ ഒരു വ്യക്തിക്ക് എടുക്കുന്നതും ഫാമിലി ആയിട്ട് പോയി എടുക്കുന്ന സിറ്റിസൺഷിപ്പ് എടുക്കുന്നതും ടോട്ടലി ഡിഫറെൻറ്റ് കാറ്റഗറി. അതെ, അപ്പം ഞാൻ ഒറ്റ ഇതിൽ വന്ന ആളാണ്, ഒരേ വൺ മാൻ ഷോ എന്ന് പറയാം. ഞാനിപ്പോൾ ചോദിക്കുകയാണ്, ആന്റിക്ക് ഒരു ടൈം മെഷീൻ കിട്ടുകയാണ്, ലൈഫിലോട്ട് ബാക്ക് തിരിച്ചു പോയിട്ട് ഒരു എന്തെങ്കിലും കുറച്ച് ചെയ്ത കാര്യങ്ങൾ തിരുത്തി ചെയ്യാൻ ഒരു അവസരം കിട്ടിയ ആന്റി എന്തായിരിക്കും ആദ്യം ചെയ്യുന്നത്? അതെനിക്ക് എങ്ങനെ തിരുത്തി ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ട്രൈ ചെയ്തു നൂർജഹാൻ. ഞാൻ എൻ്റെ എക്സ് ഹസ്ബൻഡിനോട് മാപ്പ് പറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതായിരിക്കും ആദ്യം ഞാൻ ഫോക്കസ് ചെയ്ത്. എനിക്ക് തോന്നിയത് ലൈഫാണിത്, നമ്മുടെ വിലപ്പെട്ട ഒരു ലൈഫ് പോകുക എന്ന് പറയുന്നത് ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനം കൊണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ലൈഫിനോടുള്ളൊരു വിഷമമുണ്ട് ഇപ്പോഴും. പക്ഷെ അത് ആണെങ്കിൽ ഞാൻ തിരിച്ചു പോയി മാപ്പ് പറഞ്ഞ പുള്ളിയുമായിട്ട് റീയൂണിയൻ ചെയ്യാൻ ഭയങ്കര എനിക്ക് താല്പര്യമുണ്ട്. അത് ഞാൻ ഒരുപാട് ട്രൈ ചെയ്യും. അതായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൻറ്റി ഇപ്പോൾ ഏതൊരു നല്ല ഹാപ്പിലി മാരീഡ് കപ്പിളിനോടും മേ ബി പറയാനുള്ളത്, ഒരിക്കലും ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫ് കളയരുത് ഒരിക്കലും. കാരണം അതൊരു നൈമിഷികമായിട്ട് നമ്മൾ എടുക്കുന്ന, വിത്തൗട്ട് തിങ്കിങ് എടുക്കുന്ന ഒരു തീരുമാനമായിട്ട് ഒരു റിലേഷൻഷിപ്പിനെ കാണാൻ പാടില്ല. കാരണം അത് നമ്മളെ ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. അപ്പോൾ അത് നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ആ ഒരു സെക്കൻഡ് റിലേഷൻഷിപ്പ് എടുക്കാൻ പാടുള്ളൂ. ഇതിൽ നിന്നൊക്കെ ഒരു മനസ്സ് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഈ റീൽസ് ഒക്കെ ചെയ്തു തുടങ്ങിയത്. അതെ, റീൽസ് ഞാൻ തുടങ്ങുന്നത് ഇപ്പം ഞാൻ ഓർത്ത് ഞാനൊരു ഫ്രീ ആയിട്ടുള്ള ഒരാളായി, മാനസികമായിട്ട് എനിക്ക് ഹാപ്പിനെസ് തുടങ്ങി. കാരണം എനിക്ക് അബ്യൂസ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഫിസിക്കലി സ്ട്രെസ്സോ ഒന്നുമില്ല. അപ്പം ഞാൻ ഓർത്ത് എന്തുകൊണ്ട് എനിക്കും എൻ്റെ പഴയ ഒരാഗ്രഹങ്ങൾ തട്ടിക്കുടഞ്ഞെടുത്തുകൂടാ. അപ്പോൾ ആ ഒരു ആഗ്രഹം ഞാൻ ഈ ലൈഫിൽ കൂടി സഫലീകരിച്ചില്ലെങ്കിൽ റീന എന്ന വ്യക്തിക്ക് യാതൊരു പ്രാധാന്യവുമില്ല. അങ്ങനെ എടുത്ത ഒരു തീരുമാനമാണ്. അപ്പം എനിക്ക് പണ്ടേ ഡാൻസും പാട്ടുമൊക്കെ ഇഷ്ടമായിരുന്നു. പാട്ട് പാടുമോ? ഇല്ല, പക്ഷെങ്കിൽ എനിക്കൊരു സർജറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് അത്ര പാടാൻ പറ്റില്ല, ത്രോട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് അങ്ങനെ അത്രയും എനിക്കിങ്ങനെയൊക്കെ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം ഈ ടിക്ടോക്ക് പ്ലാറ്റ്ഫോമിൽ കൂടി ഞാനത് ചെയ്തു തുടങ്ങി. ആദ്യമൊക്കെ ഇതേപോലെ കമന്റ്സ് ഒക്കെ വരുന്നത് ഫുൾ നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു ആദ്യം. ആ നെഗറ്റീവ് പതുക്കെ പോസിറ്റീവ് ആക്കി. എന്താ അതിന്റെ സീക്രട്ട്? ആ നെഗറ്റീവ് പറഞ്ഞവരെ കൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടം അതങ്ങനെ അതെങ്ങനെ ആക്കി എടുത്തത്? അത് എനിക്ക് തോന്നുന്നത് ഇൻ്റർവ്യൂസ് ആയിരിക്കാം. കാരണം അവർക്ക് എന്നെ പേഴ്സണലി അറിയില്ലല്ലോ. അപ്പോൾ അവർ ചോദിക്കുന്നു, ഒരു ചാട്ടക്കാരി ഏതാ, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊച്ചുടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കൊച്ചു പെണ്ണെന്നാ വിചാരം, മുതുക്കിയ. ഞാനപ്പോൾ പറഞ്ഞു, ഞാനല്ലേ തീരുമാനിക്കും ഞാൻ മുതുക്കിയാണോ കൊച്ചാണോ എന്ന്. അപ്പം അങ്ങനെ എൻ്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തി. ഒരു നെഗറ്റീവ് കമൻറ്റിനും ചിലതിനൊക്കെ ഞാൻ തമാശയായിട്ട് റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷെ ആ നെഗറ്റീവ് കമൻ്റ് ഒന്നും ഞാൻ ഈ കാറ്റത്ത് പറത്തിവിട്ട പട്ടം പോലെ എടുത്തിട്ട് അപ്പം ഞാൻ തന്നെ ആ പോസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. കാരണം ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഇൻ്റർവ്യൂ കണ്ടിട്ടാകാം ആൾക്കാർക്ക്, പക്ഷെ ഒരു സഹതാപം അവർക്ക് എന്നോട് തോന്നേണ്ട കാര്യമില്ല. കാരണം സഹതാപ രൂപേണ ഉള്ള ഒരു ഇഷ്ടം അതെനിക്ക് അത്ര ഇഷ്ടമില്ല. കാരണം റീന എന്ന ബോൾഡായിട്ടുള്ള ഒരു ലേഡി എങ്ങനെ ഇങ്ങനെ ഒരു വ്യക്തിത്വം, അതാണ് എനിക്ക് അവരിലൂടെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന. അത് അവരെന്നെ പേഴ്സണൽ സർക്കംസ്റ്റാൻസസ് പലതും ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ സർക്കംസ്റ്റാൻസസ് വെച്ച് പലർക്കും അതൊരു മാതൃകയാവുകയാണെങ്കിൽ അത് നല്ലതാവും എന്നാണ് എൻ്റെ ഒരു ചിന്ത.
ചിന്ത. അപ്പൊ ഇനി UK തന്നെ കംപ്ലീറ്റ്ലി അവിടെ തന്നെ നിൽക്കാനാണോ തീരുമാനം, അതോ നാട്ടിൽ വന്ന് എപ്പോഴെങ്കിലും സെറ്റിൽ ആവണം എന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് നാട് ഒരുപാട് ഇഷ്ടമാണ്. കാരണം എനിക്കിപ്പോൾ ബ്രിട്ടനിൽ പോയി എന്ന് പറഞ്ഞിട്ട് ഓ ഞാൻ ബ്രിട്ടീഷ് അങ്ങനത്തെ ഒരു ചിന്താഗതി എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, പിന്നെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ ആ ഡ്രസ്സ് ഇടണം, അതെൻ്റെ പാർട്ട് ഓഫ് മൈ ലൈഫ്. കാരണം ഇപ്പോൾ വർക്കിന് പോകുമ്പോഴായാലും ജീൻസ്, കുഞ്ഞു ഡ്രസ്സുകൾ, അവരുടെ പാർട്ടി ഡ്രസ്സൊക്കെ നമ്മളെ പോലെയല്ല, എല്ലാം ഷോർട്ട് ഡ്രസ്സും. അപ്പോൾ അത് ഞാനും ഇട്ട് അവിടുത്തെ ആ ഒരു കൾച്ചറും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ആസ് എ പാർട്ട് ഓഫ് ദ ലൈഫ് സ്റ്റൈൽ. പക്ഷേങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം നാട്ടിൽ വരണം, സെറ്റിൽ ചെയ്യണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ട്.